നമസ്കാരം. 2010 ജൂലൈ 30 രാത്രി ഏകദേശം 9 മണിയാണ്. ആ സമയത്ത് റായ്പൂരിലെ സെക്ടർ 38 ഒരു വസതിയിൽ ഒരു മനുഷ്യൻ വല്ലാതെ ആകാംക്ഷയോടുകൂടി ഫോൺ വിളിക്കുകയാണ്. അയാൾ വിളിക്കുന്ന നമ്പർ അയാൾ വിളിക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആണ്. ഏകദേശം 8:45 ആയപ്പോഴാണ് അയാൾ ആ നമ്പറിലേക്ക് ആദ്യമായി വിളിച്ചത്. ഇപ്പോ 9 കഴിഞ്ഞു. ഇതിനിടയിൽ 4-5 തവണയെങ്കിലും അയാൾ ആ നമ്പറിലേക്ക് വിളിച്ചു കാണും. ആ ഫോണ് സ്വിച്ച് ഓൺ ആകുന്നതേ ഇല്ല. അത് അയാളിൽ ശരിക്കും ഒരു ടെൻഷൻ ഉണ്ടാക്കുകയാണ്. അയാളുടെ ടെൻഷൻ അയാളുടെ ഭാര്യയിലേക്കും കടന്നിട്ടുണ്ട്. ശരിക്കും അയാൾ വിളിക്കുന്നത് അയാളുടെ മകളുടെ നമ്പറിലേക്കാണ്. അയാളുടെ മകൾ നേഹ ഒരു MBA വിദ്യാർത്ഥിനിയാണ്. അവളുടെ ആ കോഴ്സിന്റെ ഭാഗമായി ഇംഗ്ലീഷ് ഭാഷയിൽ കൂടുതൽ മെച്ചപ്പെട്ട സ്കില്ല് ഉണ്ടാക്കാൻ വേണ്ടി അവൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനത്തിൽ എന്നും 6:15 എത്തും. അവളുടെ വീടിനടുത്തുനിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാറിയാണ് ആ സ്ഥാപനം. അവൾക്കൊരു സ്കൂട്ടി ഉണ്ട്. ആ സ്കൂട്ടിയിലാണ് അവള് ഈ സ്ഥാപനത്തിൽ എത്തുക. 7:15 വരെ ആ സ്ഥാപനത്തിൽ ക്ലാസ് ഉണ്ട്. 7:15 അവിടെ നിന്ന് ഇറങ്ങുന്ന അവൾ അവളുടെ കൂട്ടുകാരികളൊക്കെ സംസാരിച്ചതിന് ശേഷം ഏകദേശം 8:45 ആകുമ്പോൾ വീട്ടിൽ മടങ്ങിയെത്തും. 8:45 ആയിട്ടും മകള് വീട്ടിൽ മടങ്ങിയെത്താതെ വന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവളുടെ പിതാവ് അവളെ വിളിച്ചു തുടങ്ങുന്നത്. അവളെ കണക്ഷനിൽ കിട്ടാതായിട്ട് വെറും 15 മിനിറ്റ് ആയുള്ളൂ. എന്നിട്ട് അയാൾക്ക് വല്ലാത്തൊരു ടെൻഷൻ. സാധാരണഗതിയിൽ മകള് താമസിക്കുമ്പോൾ അയാൾക്ക് ഇത്ര ഭയം തോന്നില്ല. പക്ഷെ ഇതെന്തോ ഒരു വല്ലാത്ത ഭയം തോന്നുകയാണ്. അയാളുടെ ആ ഭയം സ്വാഭാവികമായിട്ടും നേഹയുടെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അവര് ആ മനുഷ്യനോട് പറഞ്ഞു, ഹേയ്, നിങ്ങൾ വെറുതെ പേടിക്കൊന്നും വേണ്ട, ഇടിമിന്നല്ലോ അല്ലേ മോൾ, അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് എവിടെയോ കയറി നിൽക്കുകയാണ്. അവൾക്ക് സ്കൂട്ടിയിലാണ് മടങ്ങി വരേണ്ടത്. ആ സ്കൂട്ടി ആ മഴയത്ത് ഓടിക്കാൻ മടിച്ചിട്ട് സമീപത്ത് എവിടെയെങ്കിലും അവൾ കയറി നിൽക്കുകയായിരിക്കും. ഇടിമിന്നലും ആകുമ്പോൾ നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുമല്ലോ, അതുപോലെ നേഹയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു അഭിപ്രായം നേഹയുടെ അമ്മ പങ്കുവെച്ചതും അയാള് കുറച്ചു നേരത്തേക്ക് നേഹയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് ഒന്ന് നിർത്തിവെച്ചു. പക്ഷെ 10 മിനിറ്റ് ആയപ്പോൾ അയാൾ ഫോൺ എടുത്ത് വീണ്ടും വിളിച്ചു. ഫോണ് സ്വിച്ച് ഓഫ് ആണ്. 9:15 അയാൾ ഫോൺ വിളിച്ചതും ഫോണ് സ്വിച്ച് ഓൺ ആയി. ഫോണ് സ്വിച്ച് ഓൺ ആയെന്ന് കണ്ടതും ഹലോ മോളെ എന്ന് ചോദിച്ചതും മറുഭാഗത്തുനിന്ന് ഒരു പുരുഷന്റെ ശബ്ദം കേൾക്കുകയാണ്. ഹേയ്, ഇത് എന്റെ ഫോണാണ്, ഞാൻ ഇപ്പോ ഒരു കടയിൽ നിന്ന് ഈ ഫോൺ വാങ്ങിയതേ ഉള്ളൂ, മേലെ എന്നെ വിളിക്കരുത്. അങ്ങനെ പറഞ്ഞ് ആ വ്യക്തി ഫോൺ കട്ട് ചെയ്തു. താൻ കേട്ട കാര്യം ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ട് നേഹയുടെ പിതാവ് വീണ്ടും ആ ഫോണിലേക്ക് വിളിച്ചു. ആ ഫോണിലേക്ക് അയാൾ വിളിക്കുമ്പോൾ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അയാളുടെ മകളുടെ ഫോണിലേക്കാണ് അയാള് വിളിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം അരമണിക്കൂറോളം സ്വിച്ച് ഓഫ് ആയിരുന്ന ഫോൺ പെട്ടെന്ന് ഓണായി വീണ്ടും ഇതാ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. അതിനിടയിൽ ആ ഫോണിലെടുത്ത ആള് ആ ഫോണിലേക്ക് ഇനി വിളിക്കരുതെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഭയന്നുപോയ അയാൾ ആ വിവരം ഭാര്യയോട് സൂചിപ്പിച്ചതും അവള് ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് ഇപ്പൊ തന്നെ പോലീസിനെ സമീപിക്കണം. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞതും അവർ രണ്ടുപേരും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷനിൽ ആ മഴയത്ത് കയറി വന്ന ആ ദമ്പതികൾ അവരുടെ മകളെ കാണാനില്ലെന്ന കാര്യം സ്റ്റേഷനിൽ അറിയിച്ചപ്പോൾ അവർക്കും പെട്ടെന്ന് ആ വിഷയത്തിൽ ഒരു കുഴപ്പം ഫീൽ ചെയ്യുകയാണ്. സാധാരണഗതിയിൽ 8:45 വീട്ടിൽ മടങ്ങിയെത്തുന്ന നേഹ എന്ന ആ MBA വിദ്യാർത്ഥിനി ഇപ്പോ മടങ്ങി വരാത്തതല്ല പോലീസിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. അവളുടെ സ്വിച്ച് ഓഫ് ആയ ഫോണ് സ്വിച്ച് ഓൺ ആയ സമയത്ത് ഫോൺ എടുത്ത വ്യക്തി പറഞ്ഞ ആ ഡയലോഗാണ് പോലീസിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. പോലീസ് നേഹയുടെ പിതാവിന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ച് ആ നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു. ആ നമ്പറിലേക്ക് പോലീസ് വിളിച്ചതും ശരിക്കും ആ വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയാണ്. മറുഭാഗത്ത് ഫോണ് കണക്റ്റായി. ഹലോ, ഞാൻ സെക്ടർ 38 പോലീസ് സ്റ്റേഷൻ നിന്നാണ് വിളിക്കുന്നത്. താങ്കൾ ആരാണ്? സെക്ടർ 38 നിന്നാണ് വിളിക്കുന്നത് കേട്ടതും മറുഭാഗത്തുള്ള ആള് അയാളുടെ പേര് പറഞ്ഞു. പോലീസ് അയാളുടെ കാര്യം തിരക്കിയപ്പോൾ അയാള് പോലീസിനോട് പറഞ്ഞു, സാർ, ഏകദേശം 10 മിനിറ്റ് മുമ്പ് ഞാനിവിടെ സെക്ടർ 38 തന്നെയുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് ഈ ഫോണ് വിലയ്ക്ക് വാങ്ങിച്ചത്. സാർ, 500 രൂപ കൊടുത്താ ഞാൻ വാങ്ങിയത്. നീ ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്? സാർ, സിറ്റി മാളിന് സമീപത്തുള്ള രാജേഷ് മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പിൽ നിന്ന് ഞാനിത് വാങ്ങിയത്. രാജേഷ് മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പ്. അങ്ങനെ കേട്ടതും പോലീസ് സംഘം അയാളോട് ആ രാജേഷ് മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പിന്റെ സമീപത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പോലീസ് നേഹയുടെ മാതാപിതാക്കളുമായി അവിടെ നിന്ന് രാജേഷ് മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പിലെത്തി. അവരവിടെ എത്തുമ്പോൾ ആ ഷോപ്പ് തുറന്നിരിപ്പുണ്ട്. സാധാരണഗതിയിൽ 10 മണി കഴിഞ്ഞിട്ടേ ആ ഷോപ്പ് അടയ്ക്കാറുള്ളൂ. രാത്രി അവിടേക്ക് പോലീസ് സംഘം കടന്നു വരുന്ന കണ്ടതും ആ ഉടമ പോലീസിനോട് കാര്യം തിരക്കി. അപ്പോഴാണ് നേരത്തെ അവിടുന്ന് മൊബൈൽ വാങ്ങിച്ച ആ കക്ഷിയും അവിടേക്ക് വരുന്നത്. അവൻ ആ മൊബൈലുമായിട്ടാണ് വന്നത്. ആ മൊബൈല് കണ്ടതും നേഹയുടെ അമ്മ ഉടൻ തന്നെ പറഞ്ഞു, ഇത് നേഹയുടെ മൊബൈലാണ്. പോലീസ് സംഘവും ആ സ്ത്രീയും പുരുഷനും
മൊബൈൽ വാങ്ങിച്ച വ്യക്തിയും ഒക്കെ ആ കടയുടെ മുന്നിൽ കൂടുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള കടക്കാരൊക്കെ അങ്ങോട്ട് വന്നു. ആ കടയുടെ മുന്നിൽ മഴയായതുകൊണ്ട് പല ആളുകളും കയറി നിൽപ്പുണ്ട്. ഇപ്പോൾ ഒത്തിരി ആളുകൾ ആ കടയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അകത്തുള്ള ആ റിപ്പയർ ഷോപ്പ് നടത്തുന്ന ആൾ പറഞ്ഞു, സാറേ ഇത് ഞാൻ വിറ്റ മൊബൈലാണ്, നിനക്ക് എവിടെ നിന്നായി മൊബൈൽ കിട്ടിയത്? സാർ, ഏകദേശം ഒരു 3/4 മണിക്കൂർ മുമ്പ് ഒരാള് ഇവിടെ ഈ മൊബൈൽ കൊണ്ടുവന്നിരുന്നു. അയാൾ എന്നോട് 200 രൂപയാണെന്ന് ചോദിച്ചത്. മൊബൈൽ കണ്ടപ്പോഴേ എനിക്കറിയാം വിറ്റാൽ 500 രൂപ കിട്ടുമെന്ന്. അതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ 200 രൂപ കൊടുത്ത് ആ മൊബൈൽ വാങ്ങിച്ചു. ആ ആളെ കണ്ടാൽ നീ തിരിച്ചറിയൂ? സർ, അയാളൊരു മഴക്കോട്ട് ധരിച്ചിരുന്നു. പിന്നെ കോട്ടിന്റെ മുകൾ ഭാഗം മുകളിലേക്ക് ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു. മുഖം ലേശം നീണ്ടിട്ടാണ്. ആ കടക്കാരൻ അയാൾ നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. അയാൾ പറഞ്ഞ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോട്ട് മുകളിലേക്ക് പൊക്കി വെക്കുന്ന നീണ്ട മുഖമുള്ള ഒരാളുടെ ചിത്രം പോലീസ് മനസ്സിൽ കാണുകയാണ്. നാളെ ഈ സ്കെച്ച് ആർട്ടിസ്റ്റിൽ വന്നതിന് ശേഷം ആ കടക്കാരന്റെ സഹായത്തോടുകൂടി ഒരു സ്കെച്ച് വരച്ചുണ്ടാക്കണം. ആ ഒരു ധാരണ ആ സമയത്ത് തന്നെ പോലീസിനുണ്ടായി. പോലീസ് കടക്കാരനോട് പറഞ്ഞു, നാളെ ചിലപ്പോ നിന്നെ ഞങ്ങൾ വിളിപ്പിക്കും. അങ്ങനെ പറഞ്ഞതിന് ശേഷം പോലീസ് സംഘം അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് മൂവ് ചെയ്യാൻ പോയപ്പോഴാണ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വരുന്നത്. ആ കോള് റിസീവ് ചെയ്ത SI കൂടുതൽ ആളുകളോട് പറഞ്ഞു, നമുക്ക് ആ ടാക്സി സ്റ്റാൻഡ് വരെ പോവാം. അദ്ദേഹം ടാക്സി സ്റ്റാൻഡിലേക്ക് നീങ്ങുമ്പോൾ കൂടെ നേഹയുടെ അച്ഛനും അമ്മയും ഉണ്ട്. ശരിക്കും പോലീസിനൊപ്പം ആ സമയത്ത് ആ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത ആളുകൾ കൂടി അവിടെ നിന്ന് അധികം ദൂരത്തല്ലാത്ത ആ ടാക്സി സ്റ്റാൻഡിലേക്ക് തിരിച്ചു. അവര് ടാക്സി സ്റ്റാൻഡിൽ എത്തുമ്പോൾ അവിടെ ആളുകൾ കൂടി നിൽപ്പുണ്ട്. അവര് ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് പോലീസ് നോക്കുമ്പോൾ അങ്ങ് ദൂരെയായി ഒരു സ്കൂട്ടി കിടക്കുന്ന കാണാം. തറയിൽ കിടക്കുകയാണ് സ്കൂട്ടി. പോലീസ് ആ സ്കൂട്ടിയുടെ അടുത്തെത്തി. ആ സ്കൂട്ടി കണ്ടതും നേഹയുടെ പിതാവ് ആ സ്കൂട്ടി തിരിച്ചറിഞ്ഞു. അത് നേഹയുടെ സ്കൂട്ടിയാണ്. ഇപ്പൊ സമയം രാത്രി ഏകദേശം 10:15 കഴിഞ്ഞിട്ടുണ്ട്. 9:15-നും 9:30-ക്കും ഇടയിലാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ നേഹയുടെ പിതാവ് എത്തുന്നത്. അടുത്ത 3/4 മണിക്കൂറിനകം തന്നെ ശരിക്കും നേഹയുടെ ആ സ്കൂട്ടി പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോഴും മഴ നന്നായി പെയ്യുന്നുണ്ട്. ആകാശത്ത് കൂടെ മിന്നലുകളും താഴേക്ക് അടിക്കുന്നുണ്ട്. ഇടിയുടെ ശബ്ദം അങ്ങിങ്ങ് കേൾക്കുകയും ചെയ്യും. ആ സ്കൂട്ടി സ്റ്റാൻഡിൽ നിന്ന് തെന്നി സൈഡ് തിരിഞ്ഞ് കിടക്കുകയാണ്. അവിടെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചെറിയൊരു മൽപ്പിടുത്തം നടന്നതിന്റെ സൂചന കാണാനുണ്ട്. ചെളിയിൽ കാല് ഒന്ന് തെന്നിയതിന്റെ ഒരു അടയാളമുണ്ട്. ആ തെന്നൽ സൃഷ്ടിച്ച ചെളി നേരെ മുകളിലേക്ക് കടന്നു പോകുന്ന കണ്ട പോലീസ് സംഘം അനവധി ടോർച്ചുകൾ സംഘടിപ്പിച്ചിട്ട് ടോർച്ചുകളും മൊബൈൽ ഫോണിലെ പ്രകാശവുമായി മുകളിലേക്ക് കയറി. മുകളിലേക്ക് ഒരു കാടാണ്. ആ കാടിനകത്തേക്ക് ആ കാൽപ്പാട് കടന്നു പോയിരിക്കുകയാണ്. ഇപ്പോ ആ ടാക്സി സ്റ്റാൻഡിലുള്ള ആളുകളും പോലീസിനൊപ്പം ആ മൊബൈൽ ഷോപ്പിന് അവിടെ നിന്ന് ഓടിയെത്തിയ ആളുകളൊക്കെ ആ അന്വേഷണത്തിന്റെ ഭാഗമായി കാടിനകത്തേക്ക് കടക്കുകയാണ്. നേഹ എന്ന MBA വിദ്യാർത്ഥിനി മിസ്സായിരിക്കുന്നു എന്ന കാര്യം ഇപ്പോ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഇതിനിടയിൽ ആ ടാക്സി ഡ്രൈവർമാർ പോലീസിനോട് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അവര് നേരത്തെ ആ സ്കൂട്ടി കണ്ടതാണ്. ആ സമയത്ത് സ്കൂട്ടിയിൽ പിടിച്ചുകൊണ്ട് ഒരു യുവതി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് മഴക്കോട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു. മഴക്കോട്ട് ധരിച്ച് ആ സ്കൂട്ടിയുടെ അടുത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് നേഹയാണെന്ന് അത് കേട്ടപ്പോൾ തന്നെ പോലീസിനും നേഹയുടെ മാതാപിതാക്കൾക്കും മനസ്സിലായി. ആ രാത്രിയിൽ അവളോട് ആരാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വന്നെങ്കിലും ആളുകളുടെ ശ്രദ്ധ ഇപ്പോൾ ആ കാൽപ്പാടുകൾ പതിഞ്ഞ ഭാഗമാണ്. ശരിക്കും ആ കാൽപ്പാടുകൾ പതിഞ്ഞ ഭാഗത്തുനിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ കാൽപ്പാടുകൾ കാണാനില്ല എന്നാണ് സത്യം. മഴ പെയ്ത വെള്ളം ആ കാൽപ്പാടുകൾ ഏതാണ്ട് കഴുകി മാറ്റിയിരിക്കുകയാണ്. ആ സ്കൂട്ടിക്ക് സമീപത്ത് മാത്രമാണ് കാൽപ്പാട് ഇപ്പോൾ ഉള്ളത്. കുറച്ചു കഴിഞ്ഞാൽ ആ കാൽപ്പാടും ആ മഴയത്ത് മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു തോന്നലോടുകൂടിയാണ് പോലീസ് സംഘം കാടിനകത്തേക്ക് കടന്നിരിക്കുന്നത്. അവരുടെ കയ്യിലുള്ള ടോർച്ചുകൾ ഉപയോഗിച്ചു പോലീസും നാട്ടുകാരും ചേർന്ന് ആ കാട് ഇങ്ങനെ പതുക്കെ തിരയുകയാണ്. നന്നായി മഴ പെയ്യുന്നതുകൊണ്ട് പ്രകാശത്തിന് അധികം ദൂരം അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ല. തൊട്ട് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നിരീക്ഷിച്ച് ആ സംഘം പതുക്കെ മുന്നേറി ഒരു പോയിന്റിലെത്തിയപ്പോൾ മുന്നേ പോയ ആള് അവിടെ അങ്ങ് നിന്ന് പോവുകയാണ്. അവൻ നിന്നതും ഓട്ടോമാറ്റിക്കായിട്ട് പുറകിലോട്ടുള്ള സംഘം അങ്ങ് നിന്നു. എന്താ ഉണ്ടായ? ആരോ വിളിച്ചു ചോദിക്കുമ്പോൾ മുന്നിലുള്ള ആള് പറയുന്ന മറുപടി പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് കേൾക്കാം. ഇവിടെ ഒരു പെൺകുട്ടി കിടക്കുകയാണ്. ആ മറുപടി കേട്ടതും ശരിക്കും നേഹയുടെ പിതാവ് മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. അയാള് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓടുന്ന കേട്ടതും പോലീസുകാരും അയാൾക്കൊപ്പം മുന്നോട്ട് കുതിച്ചു. അയാൾ ആ ബോഡിയുടെ അടുത്ത് ഓടിയെത്തുന്ന മുമ്പേ പോലീസ് ഓടിയെത്തി എന്നതാണ് സത്യം. പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തിയ നേഹയുടെ പിതാവ് അവളുടെ അടുത്തേക്ക് ഓടിയെത്തിയതും ശരിക്കും സ്റ്റക്കായി സ്തംഭിച്ച് അങ്ങനെ നിന്നു പോവുകയാണ്. അയാളുടെ വായിന്ന്
ഒരു ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ശരിക്കും ആ ശബ്ദം പൂർണ്ണമായും പുറത്തേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു തേങ്ങലാണ് പുറത്തേക്ക് വന്നത്. ഈ സമയത്ത് നെഹയുടെ മാധവും അവർക്കൊപ്പം ഓടിയെത്തി. അവരുടെ അലമുറയിട്ടുള്ള കരച്ചിൽ, അതാണ് ആ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് ഒരു ശബ്ദം ഉണ്ടാക്കിയത്. അവിടെ തറയിൽ കിടക്കുന്നത് അവരുടെ മകൾ നേഹയാണ്. നേഹയുടെ ഇടുപ്പിന് മുകളിലോട്ട് ആ ഡ്രസ്സ് അങ്ങനെ തന്നെയുണ്ട്. ഇടുപ്പിന് താഴോട്ട് അവളുടെ ആ അണ്ടർ ഗാർമെന്റ് മാത്രമേ ഉള്ളൂ. അവളുടെ പാൻസ് ഊരി മാറ്റിയിരിക്കുകയാണ്. അവള് അണിഞ്ഞിരുന്ന മഴക്കോട്ടും ആ പാൻസും ആ പരിസരത്തൊന്നുമില്ല. അവളുടെ വലത് നെറ്റിയിൽ വലത് കണ്ണിനോട് ചേർന്ന് അതിശക്തമായ ഇടി കിട്ടിയതിന്റെ ഒരു ലക്ഷണമുണ്ട്. ആ ഭാഗം പൊട്ടി ചോര അവിടെ നിന്ന് തറയിലേക്ക് ഒലിച്ചിറങ്ങി വെള്ളത്തിൽ കുതിർന്നിരിക്കുകയാണ്. മഴവെള്ളത്തിൽ ആ ചോര കലർന്നിരിക്കുകയാണ്. അവളുടെ ശ്വാസം നിലച്ചിരിക്കുന്നുവെന്ന് അവളുടെ അടുത്തിരുന്ന SI അവളുടെ ശ്വാസം പരിശോധിച്ചിട്ട് അങ്ങനെ തന്നെ കൂടുള്ള ആളുകളോട് പറഞ്ഞു. തങ്ങളുടെ മകൾ മരിച്ചു എന്ന യാഥാർത്ഥ്യം ആ നിമിഷത്തിലാണ് നെഹയുടെ പിതാവും മാധവും മനസ്സിലാക്കുന്നത്. രാത്രി 8:30 മണിയോടുകൂടി വീട്ടിലേക്ക് മടങ്ങിയെത്തേണ്ട മകൾ ഇത് അവരുടെ മുന്നിൽ അർദ്ധനഗ്നയായി മരിച്ച് കിടക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച ആ സ്ത്രീയും പുരുഷനെയും അബോധാവസ്ഥയിലേക്ക് തള്ളിയിടുമ്പോഴേക്കും ആരൊക്കെയോ അവരെ താങ്ങി. പിന്നെ അതിവേഗമാണ് ബാക്കി നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. ആ രാത്രിയിൽ അവിടെ ഒരു ഇൻക്വസ്റ്റ് നടപടി അത് തികച്ചും അസാധ്യമാണ്. എന്നാലും പോലീസ് ആ ബോഡി കിടക്കുന്നതിന് ചുറ്റുമായി ക്രൈം സീൻ വേർതിരിച്ച് റിബണൊക്കെ വലിച്ചു കെട്ടി ഒരു സുരക്ഷിത സംവിധാനം ഉണ്ടാക്കി. കാടാണ്. അവിടെ പോലീസിന്റെ ഒരു നിരീക്ഷണമില്ലെങ്കിൽ നാളെ പകൽ പോലീസ് മടങ്ങി വരുമ്പോൾ ഡെഡ് ബോഡി അവിടെ കാണില്ല. അവിടെ അതുകൊണ്ട് തന്നെ 2-3 പോലീസുകാരെ ആ രാത്രിയിൽ അവിടെ കാവലിടുകയും ചെയ്തു. ഈ സമയത്ത് നാട്ടുകാരൊക്കെ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല. നേരെ പുലർന്ന് ഹയർ ഒഫീഷ്യൽസും ഫോറൻസിക് ടീമും ഡോഗ് സ്ക്വാഡും എന്നുവേണ്ട മാധ്യമങ്ങളും ഒക്കെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റായ്പൂരിലെ അറിയപ്പെടുന്ന MBA കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയാണ് തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ ടാക്സി സ്റ്റാൻഡിനടുത്ത് മൊബൈലിൽ സംസാരിച്ചുകൊണ്ടുന്ന പെൺകുട്ടിയാണ് അവിടെ നിന്ന് ഏകദേശം ഒരു 100-300 മീറ്റർ മാത്രം മാറി വനത്തിനുള്ളിൽ മരിച്ചു കിടക്കുന്നത്. അവള് കൊല ചെയ്യപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇൻക്വസ്റ്റ് നടപടികൾ അതിവേഗം നടക്കുകയാണ്. പോലീസും ഫോറൻസിക് ടീമും ആ പരിസരമൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അവളെ കൊല ചെയ്ത ആളുമായി കണക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നറിയാനാണ് അവർ അവിടേക്ക് നോക്കുന്നത്. ആ പെൺകുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന മഴക്കോട്ടും അവളുടെ പാൻസും എന്തായാലും അവിടെ ഇല്ല. ആ പരിസരത്തൊന്നും അത് വലിച്ചെറിഞ്ഞതിന്റെ ഒരു ലക്ഷണവും കാണാനുമില്ല. അവളെ കൊല ചെയ്ത ആളുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും അവിടെ നിന്ന് ശേഖരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മഴ പെയ്ത കാരണത്താൽ എന്തെങ്കിലും അടയാളങ്ങൾ അവിടെ ആ കൊലയാളി അവശേഷിപ്പിച്ചിരുന്നുവെങ്കിൽ അതിപ്പോ ഒഴുകിപ്പോയിരിക്കുകയാണ്. അതാണ് അവസ്ഥ. ആ പെൺകുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഡോഗ് സ്ക്വാഡ് ആ ബോഡി കിടന്ന ഭാഗത്തുനിന്ന് മണപ്പിച്ച് ആ സ്കൂട്ടി കിടന്ന ഭാഗം വരെ ഓടിയെത്തി. അതിനുശേഷം അത് തിരിച്ച് വീണ്ടും ബോഡി കിടന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആ പട്ടി എങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ സംഭവിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കൊലപാതകി തിരിച്ച് ആ റൂട്ടിലോട്ട് തന്നെ മടങ്ങിയിരിക്കണം. അവിടെ മടങ്ങി എത്തിയതിനു ശേഷം അവൻ എങ്ങോട്ടും പോകാതെ അവിടെ അല്പനേരം ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടാണ് പട്ടി അവിടെ തന്നെ നിൽക്കുന്നത്. പക്ഷെ അതിനിടയിൽ മഴ പെയ്ത് കാണും. മഴ പെയ്തതോടുകൂടി ആ വ്യക്തിയും പട്ടിയും തമ്മിലുള്ള ആ ബന്ധം കട്ടായി കാണും. പിന്നീട് അതിന് മണം പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ശൈലിയിൽ അയാളുമായി ബന്ധമുള്ള എല്ലാം അവിടെ നിന്ന് ഒഴുകിപ്പോയിരിക്കാനുള്ള സാധ്യത. പക്ഷെ പട്ടി ആ പെൺകുട്ടിയുടെ ബോഡി മണത്തിട്ട് ആ സ്കൂട്ടർ വരെ ഓടിയെത്തിയിട്ടുണ്ട്. ആ ആളിലേക്ക്, അതായത് ആ പെൺകുട്ടിയെ കൊന്നു പോലീസ് വിശ്വസിക്കുന്ന ആളിലേക്ക് വെളിച്ചം വെച്ചുന്ന ശൈലിയിലുള്ള ഒന്നും ആ പട്ടിക്ക് വേണ്ടി കൊടുക്കാൻ പോലീസിന് പറ്റാത്തതുകൊണ്ടാണ് ശരിക്കും ആ പട്ടി അവിടെ ഓട്ടം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ കേസ് പെട്ടെന്ന് സെൻസേഷണലായി മാറുകയാണ്. ഒരു വിദ്യാർത്ഥിനി അവളുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതും സംസ്ഥാന തലസ്ഥാനത്ത്. സ്വാഭാവികമായിട്ടും ആ വിഷയം വിവിധ ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും വൻ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് പല കാര്യങ്ങളും അനുബന്ധമായി തിരക്കി തുടങ്ങി. എല്ലാ ദിവസവും 6:15 അവളുടെ വീട്ടിൽ നിന്ന് നേഹ ആ MBA കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ എത്തുന്നത്. അവിടെ അവൾക്കൊപ്പം വേറെയും വിദ്യാർത്ഥികളുണ്ട്. പോലീസ് അവരെ ചോദ്യം ചെയ്തു തുടങ്ങി. അവരോട് ചോദിച്ചപ്പോൾ 7:15 അന്ന് ക്ലാസ് അവസാനിച്ചു എന്നും 7:15 7:30 അവര് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയെന്നും വ്യക്തമായി. 7:30 അടുപ്പിച്ച് തൊട്ട് അടുത്തുള്ള കൂട്ടുകാരുടെ വീട്ടിലേക്ക് നേഹ കയറിയിരുന്നു. പോലീസ് സ്വാഭാവികമായിട്ടും ആ കൂട്ടുകാരുടെ വീട്ടിലെത്തുമല്ലോ. ഈ ട്യൂഷൻ ഹോമിന് വളരെ അടുത്ത് തന്നെയാണ് ആ കൂട്ടുകാരുടെ വീട്. അവിടെ സംസാരിച്ചപ്പോൾ
അവിടെ നിന്ന് 7:45 നേഹ ഇറങ്ങിയെന്ന് ബോധ്യമായി. ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം അവൾ ആ വീട്ടിലുണ്ടായിരുന്നു. അവൾക്കൊപ്പം ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. അവർ രണ്ടുപേരും കൂടി ആ ട്യൂഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങി നടന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തും. അവിടെയാണ് നേഹയുടെ സ്കൂട്ടർ വെച്ചിരിക്കുക. അവളോട് സംസാരിച്ച് ചിലപ്പോൾ അവളുടെ വീട്ടിൽ അവളുടെ അമ്മ ഉണ്ടാക്കുന്ന ചായ കുടിച്ചതിന് ശേഷമാവും നേഹ അവിടെ നിന്ന് ഇറങ്ങുക. അന്നും പതുപോലെ ആ കാര്യങ്ങളൊക്കെ നടന്നു. അവളുടെ സ്കൂട്ടിയുമായി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സമയം 7:45. അത് സ്ഥിരമായി നടക്കുന്ന ഒരു ടൈം ടേബിൾ അടിസ്ഥാനത്തിലുള്ള പരിപാടിയാണ്. ഇന്നലെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. 7:45 അവിടെ നിന്ന് പുറപ്പെട്ട ആ പെൺകുട്ടി ഏകദേശം 8:15 ആകുമ്പോൾ ആ ടാക്സി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ടാക്സി സ്റ്റാൻഡിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകളൊക്കെ അവളെ അവിടെ ആ സമയത്ത് കണ്ടതായി ഓർക്കുന്നുണ്ട്. അവിടെ ആ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് നോക്കിയേ കാണാവുന്ന അത്ര ദൂരത്തിൽ ആ റോഡിൽ ആ സ്കൂട്ടി നിർത്തി ആ മഴയത്ത് ഫോണിലൂടെ ആ പെൺകുട്ടി ആരോട് സംസാരിക്കുന്നത് ഇവിടെ ഈ ടാക്സിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് കൃത്യമായി കാണാം. അവർക്ക് നല്ല പരിചയമുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവരാരും അവൾ ആ ഫോണിൽ സംസാരിക്കുന്നത് അധികം ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് സത്യം. അതുകൊണ്ടാണ് അവള് പിന്നീട് അവിടെ നിന്ന് മിസ്സായത് അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത്. അവിടെ നിന്ന് നോക്കിയാൽ ആ സ്കൂട്ടി തറയിൽ വീണ് കിടക്കുന്നത് കാണാനും പറ്റില്ല. അതിനുവേണ്ട പ്രകാശം അവിടെ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ടാണ് അവർ ആ അപകടവും അറിയാതെ പോയത്. ടാക്സിക്കാരുടെ വിവരണങ്ങളും അതുപോലെ ആ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും വിവരണങ്ങളും ഒക്കെ പോലീസ് എന്തായാലും ഫയലിൽ സ്വീകരിക്കുന്നുണ്ട്. അവരുടെ മൊഴികളാണ് രേഖപ്പെടുത്തുന്നത്. മൊഴികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിനിടയിൽ പോലീസ് സംഘം നേഹ അവസാനം വിളിച്ച ആ നമ്പർ കണ്ടെത്തി. ആ നമ്പറിന്റെ ഉടമയെ പോലീസ് ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. നേഹയുടെ ബോയ് ഫ്രണ്ടാണ്. തലേദിവസം വൈകുന്നേരം അവനോടാണ് നേഹ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 8:15 അടുപ്പിച്ചാണ് അവൻ നേഹയെ വിളിക്കുന്നത്. നേഹയെ അവൻ വിളിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം നേഹ ഫോൺ എടുത്തു. അവൾ സ്കൂട്ടി ഓടിക്കുകയായിരുന്നെന്നും ഇപ്പോൾ സ്കൂട്ടി നിർത്തിയെന്ന് പറഞ്ഞിട്ട് ആ ബോയ് ഫ്രണ്ടിനോട് നേഹ സംസാരിച്ചു തുടങ്ങിയത്. ആ ബോയ് ഫ്രണ്ട് ഏകദേശം ഒരു 15-20 മിനിറ്റോളം നേഹയോട് സംസാരിച്ചിരുന്നു. ഏകദേശം 15-20 മിനിറ്റ് ആയപ്പോൾ നല്ല മഴയല്ലേ, വീട്ടിൽ പോയിട്ട് വിളിക്കാന്ന് പറഞ്ഞ് അവള് ഫോൺ കട്ടാക്കിയായിരുന്നു. അത്രയും കാര്യങ്ങളാണ് അവൻ അറിയാവുന്നത്. അപ്പോൾ സമയം 8:35 8:35 വരെ നേഹ ജീവനോടെ ഉണ്ടായിരുന്നു. ആ സമയം വരെ നേഹയുടെ ഫോണ് സ്വിച്ച് ഓൺ മോഡിലുമായിരുന്നു. 8:45 നേഹയുടെ വീട്ടിലേക്ക് നേഹ മടങ്ങി എത്തേണ്ടതാണ്. എത്താതെ വന്നപ്പോഴാണ് നേഹയുടെ പിതാവ് വിളിക്കുന്നത്. നേഹയുടെ പിതാവ് നേഹയെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ സമയം 8:47 8:45 മകള് എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയ നേഹയുടെ പിതാവ് 8:47 അവളുടെ ഫോണിലേക്ക് വിളിച്ചതാണ്. 8:35 വരെ കാമുകരുമായി സംസാരിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ ഫോണ് 8:47 സ്വിച്ച് ഓഫ് മോഡിലാണ്. അതായത് ഈ രണ്ട് സംഭവങ്ങൾക്കിടയിലുള്ള വ്യത്യാസം വെറും 12 മിനിറ്റാണ്. ഈ 12 മിനിറ്റിനിടയിൽ എന്തോ സംഭവിച്ചു. ആ സംഭവം എന്തു തന്നെയാണെങ്കിലും ആ സംഭവത്തിന്റെ കാരണക്കാരായ വ്യക്തിയാണ് അവളെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അക്കാര്യം പോലീസിന് 100% ഉറപ്പാണ്. പോലീസ് ആ വ്യക്തിയെ കണ്ടെത്താനുള്ള അന്വേഷണം ആ മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പിലെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഓർമ്മയിൽ നിന്ന് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിന്റെ സഹായത്തോടു കൂടി ഒരു രേഖാചിത്രം പോലീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് തേടിയെത്തുന്നത്. ആ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് മുന്നേ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ റേപ്പ് ചെയ്ത ആളുടെ സ്പേം അവളുടെ ആ അണ്ടർ ഗാർമെന്റിൽ പറ്റിയിരിപ്പുണ്ട്. ആ സ്പേം ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് അതിനെ ഒരു കവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ സ്പേം ആരുടേതാണോ അയാളാണ് നേഹയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. രാത്രി ഒറ്റയ്ക്ക് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ കണ്ട ഏതോ വിരുദ്ധൻ അവളെ വാ പൊത്തിപ്പിടിച്ച് ആ കാട്ടിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയതാകും. അതിനിടയിലായിരിക്കും ആ സ്കൂട്ടർ വീണത്. കാട്ടിലേക്ക് കൊണ്ടുപോയ അവളെ റേപ്പ് ചെയ്തിട്ട് ഉടൻ തന്നെ അവളുടെ ആ പാൻസും അവളുടെ കോട്ടുമായി സ്ഥലം വിട്ട ആ ചെറുപ്പക്കാരൻ അവളുടെ ആ മൊബൈൽ ഫോണ് ആ മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്തു. വിൽക്കാനായി അയാൾ അവിടെ ചെല്ലുമ്പോൾ അയാൾ ധരിച്ചിരുന്ന കോട്ട് ശരിക്കും നേഹയുടെ കോട്ട് തന്നെയാണ്. അയാളുടെ തലയ്ക്ക് മുകളിലേക്ക് പൊക്കി വെക്കപ്പെട്ട ആ കോട്ടിന്റെ ഒരു പ്രത്യേകത ആ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന ഷോപ്പ് നടത്തുന്ന ആള് ഓർത്തെടുത്ത് പോലീസിനോട് പറഞ്ഞത് പോലീസ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സ്ത്രീകൾ ഉപയോഗിക്കുന്ന ശൈലിയുള്ള കോട്ടായിരുന്നു ആ വ്യക്തി ധരിച്ചിരുന്നത്. അങ്ങനെയാണ് അയാൾ അതിനെ ഓർത്തത്. ആ ഒരു ഓർമ്മ അയാൾക്കുണ്ടായിരുന്നു. നേഹ ധരിച്ചിരുന്ന കോട്ട് എടുത്ത് ധരിച്ച ആ വ്യക്തി ആ കോട്ടുമായി ആ മൊബൈൽ ഷോപ്പിലെത്തി മൊബൈൽ വിറ്റ് 200 രൂപ വാങ്ങിച്ച് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ആരാണ് ആ കഥാപാത്രം? ആ ആൾക്ക് ഉറപ്പായും ആ ടാക്സി സ്റ്റാൻഡുമായി ബന്ധമുണ്ട്.
അല്ലെങ്കിൽ അയാൾ അവിടെ എത്തേണ്ട കാര്യമില്ല. ടാക്സി സ്റ്റാൻഡിലുള്ള മുഴുവൻ ആളുകളെയും പോലീസ് നിരന്തരം ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നത് ആ നിമിഷം മുതലാണ്. ടാക്സി സ്റ്റാൻഡുമായി ചേർന്ന് കടകളൊക്കെ ഉണ്ട്. ടാക്സി സ്റ്റാൻഡിലുള്ള ഡ്രൈവേഴ്സും ക്ലീനേഴ്സും അല്ലെങ്കിൽ പിന്നീട് സാധ്യതയുള്ളത് ആ സമയത്ത് കടയിലുണ്ടായിരുന്ന ആളുകളാണ്. മഴയായതുകൊണ്ട് റോഡിൽ പോകുന്ന പല ആളുകളും ആ കടകളുടെ വരാന്തകളിലേക്ക് കയറി നിന്നിരുന്നു എന്നുള്ളത് അവിടെയുള്ള കടക്കാരൊക്കെ ഇപ്പോൾ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. അതേ ശൈലിയിലുള്ള ഒരു കമന്റ് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും വന്നു. നല്ല മഴയായിരുന്നതുകൊണ്ട് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ആ സമയത്ത് പലരും ഓടിക്കയറിയിരുന്നു. അവിടെ ചെറിയൊരു മേൽക്കൂരയുള്ള പ്രദേശമുണ്ട്. അതിന്റെ അടിയിലേക്കാണ് ആളുകൾ ഓടിക്കൂടിയത്. നല്ല മഴയത്ത് ഓടിക്കൂടിയ ആളുകൾ ആരായിരുന്നു എന്ന് കണ്ടെത്താൻ ആർക്കും പറ്റാത്ത സാഹചര്യമാണ്. ആ ഓട്ടോ ഡ്രൈവർമാർ, അതുപോലെ അവിടെ ഓടിക്കൂടിയവർ, കട നടത്തുന്ന ആളുകൾ, കടയുടെ മുന്നിലുണ്ടായിരുന്ന ആളുകൾ, അത്രയും ആളുകളിൽ ആരോ ഒരാളാണ് ആ കൊല നടത്തിയിരിക്കുന്നത്. അത് ആരാണ് നടത്തിയതെന്ന് ഇപ്പൊ പോലീസിന് കൃത്യമായിട്ട് അറിയാം. ആ ബീജത്തിന്റെ ഉടമയാണ് ആ കൊല നടത്തിയിരിക്കുന്നത്. പോലീസിന്റെ കൈവശം ഇപ്പൊ ഒരു വൻ ലിസ്റ്റ് ഉണ്ട്. ആ ടാക്സി സ്റ്റാൻഡിലുള്ള ആളുകളും കടയിലുള്ള ആളുകളും ഇവരെ മൊത്തം സംഘടിപ്പിച്ച് അവരുടെ ബീജം ശേഖരിച്ച് ആ ബീജം നേഹയുടെ ആ ഗാർമെന്റിൽ നിന്ന് കിട്ടിയ ബീജവുമായി ഒത്തുനോക്കുന്ന നിമിഷം വരെ മാത്രമേ കൊലപാതകിക്ക് പോലീസിനെ കബളിപ്പിക്കാൻ പറ്റൂ. സ്വാഭാവികമായിട്ടും പോലീസിന്റെ ശ്രദ്ധ ആ ഒരു പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ്. ആ ടാക്സി സ്റ്റാൻഡിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും ബീജം ശേഖരിച്ചു, അതുപോലെ കടയിലുണ്ടായിരുന്ന ആളുകളുടെയും. പക്ഷെ അവിടെ പ്രശ്നം തീരുന്നില്ല. അന്ന് ആ മഴയത്ത് ആ രാത്രിയിൽ ഈ രണ്ട് സ്ഥലത്തും ഒരുപാട് അപരിചിതരുണ്ടായിരുന്നു. അവരാരാണെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ അവരെങ്ങോട്ട് പോയെന്നോ ആർക്കും ഒരു പിടുത്തവുമില്ല. അവരെ അറിഞ്ഞാലല്ലേ അവരെ കണ്ടുപിടിച്ച് അവരൊന്ന് ബീജം വാങ്ങിക്കാൻ പറ്റും. അതിപ്പോ നടക്കാത്ത സാഹചര്യമാണ്. പോയൊരു പോട്ടെ, ഉള്ളവരുണ്ടല്ലോ, ആ ഒരു വിശ്വാസത്തോടുകൂടി പോലീസ് സംഘം കളക്ട് ചെയ്യപ്പെട്ട ബീജം അവരുടെ കൈവശമുള്ള നേഹയുടെ ആ ഗാർമെന്റിൽ കണ്ട ബീജവുമായി ഒന്ന് കമ്പയർ ചെയ്യിപ്പിച്ചു. ആക്ച്വലി രണ്ടിനെയും DNA എടുത്ത് DNA സാമ്പിൾ തമ്മിൽ ചേരുമോ എന്നാ നോക്കുന്നത്. പോലീസിന്റെ കഷ്ടകാലത്തിന് അതിലൊന്നും ചേർന്നില്ല. പ്രതി ആ ടാക്സി സ്റ്റാൻഡിലെയോ കടയിലെയോ ആളുകളല്ല, മറ്റാരോ ആണ് എന്ന് പോലീസ് പറയുമ്പോൾ തന്നെ പോലീസിന് അറിയാം അത് ആരാണെന്ന്. അന്ന് ആ കടയിലും ടാക്സി സ്റ്റാൻഡിലുമായി ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തിൽ പെട്ട ആരോ ഒരാളാണ്. പക്ഷെ അതാരാ, അതാണ് അറിയാൻ പറ്റാത്തത്. ആ ആളെ കണ്ടുപിടിക്കാനായി അന്നേ ദിവസം അവിടെ ആ റായ്പൂരിലെ സെക്ടർ 38 ആ സമയത്ത് ആക്റ്റീവായിരുന്ന സകല ഫോൺ നമ്പരും ട്രേസ് ചെയ്യാൻ പോലീസ് ഒരു ശ്രമം ആരംഭിച്ചു. ധാരാളം മൊബൈൽ ടവറുകൾ ആ മേഖലയിലുണ്ട്. എല്ലാ മൊബൈൽ ടവറുകളിലും ഇഷ്ടംപോലെ കളക്ഷൻ കിട്ടും ഈ മൊബൈൽ നമ്പറുകളുടെ ഡംപ് ഡേറ്റ. ആ ഹ്യൂജ് ഡേറ്റയിൽ നിന്ന് ഈ ടാക്സി സ്റ്റാൻഡിലും അതുപോലെ ഈ പറഞ്ഞ കടയിലും ഉണ്ടായിരുന്ന ആളുകളുടെ മാത്രം ടെലിഫോൺ നമ്പർ കണ്ടെത്തി ആ ടെലിഫോൺ നമ്പറുകളുടെ ഉടമകളെ കണ്ടെത്തി അവരെ ഒന്നൊന്നായി ബീജ പരിശോധനയ്ക്ക് വിധേയമാക്കി കൊലയാളിയെ കണ്ടുപിടിക്കണം. ഒരു മാമോത്ത് ടാസ്ക് എന്നൊക്കെ നമ്മൾ പറയൂലേ, അത്തരത്തിൽ ഒരു ടാസ്ക്കാണ് ശരിക്കും നമ്മുടെ ഈ പോലീസ് ഏറ്റെടുത്തത്. പോലീസ് ഒരു ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് അതിന്റെ പുറകിൽ ഇറങ്ങും. അതുകൊണ്ട് തന്നെ ആ എൻറ്റയർ പോലീസ് സംവിധാനവും ഒരു ചലഞ്ചായി ഈ വിഷയം ഏറ്റെടുത്ത് വൻതോതിലുള്ള ആ ഡേറ്റ കളക്ഷനിൽ നിന്ന് ആ പർട്ടിക്കുലർ പ്ലേസിൽ മാത്രം കൺഫൈൻ ചെയ്യപ്പെടുന്ന നമ്പറുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം തുടങ്ങി. അനവധി മൊബൈൽ ടവറുകൾ ശരിക്കും ഈ ആട്ടോ സ്റ്റാൻഡും അതുപോലെ ആ കടകളും കണക്ട് ചെയ്ത ഭാഗത്തുണ്ട്. സകല ടവറുകളും ഒരേപോലെ കാണിക്കുന്ന ആ നമ്പറുകൾ മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്തപ്പോൾ കുറേയേറെ നമ്പറുകളുണ്ട്. ആ നമ്പറുകൾ ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. അത് കണ്ടെത്തിയത് മാത്രമല്ല അവരുടെയൊക്കെ ബീജം ശേഖരിക്കുകയും അതും ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കുകയും ചെയ്തെങ്കിലും പോലീസിന് മാച്ചിങ് ആയി ഒന്നും കിട്ടിയില്ല. പോലീസിന്റെ സകല പ്രതീക്ഷയും ആ ഒരു പരീക്ഷണത്തിലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ പരീക്ഷണം അങ്ങ് പാളിപ്പോയി. പോലീസ് നിരുത്സാഹപ്പെടാതെ വീണ്ടും പുതിയ ഡേറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുവഴി കടന്നുപോയ ഒരാൾ, അയാളായിരിക്കണം ഈ സംഭവത്തിന് പിന്നിൽ. അയാൾ വളരെ കുറച്ച് സമയം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുണ്ടാവും. അതുകൊണ്ടാണ് പോലീസിന്റെ ആ ഡം ഡേറ്റ കളക്ഷൻ പിന്നീട് അനാലിസിസ് അതിനുശേഷമുള്ള താരതമ്യം അതിൽ ആ നമ്പറിന്റെ ഉടമ അങ്ങോട്ട് പെടാത്തത്. പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നത്. 2010 കഴിഞ്ഞ് 11 12 വർഷങ്ങൾ അതിവേഗം അങ്ങനെ ഓടിപ്പോയിട്ടും ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് പോലീസ് എത്തി. ഇതിനിടയിൽ ഭരണം മാറി, പുതിയ ഭരണം വന്നു, പുതിയ അന്വേഷണ ടീമൊക്കെ വന്നു. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. പെൻഡിങ് കേസുകൾ കൂടെ എടുത്ത് പരിശോധിച്ച് അതിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അന്വേഷിപ്പിക്കുന്ന രീതി മിക്കവാറും എല്ലാ സ്റ്റേഷനുകളിലുമുണ്ട്. ഇവിടെയും ആ പ്രക്രിയയൊക്കെ പല തവണ നടന്നെങ്കിലും ഒരു തരത്തിലുള്ള
മുന്നേറ്റവും വരാതിരിക്കുമ്പോൾ അവസാനം പോലീസ് ഒരു തീരുമാനത്തിലെത്തി. അത് ആ ഫയലങ്ങ് ക്ലോസ് ചെയ്യാം എന്ന തീരുമാനത്തിലാണ് പോലീസ് എത്തിയത്. ഒരു കോൾഡ് കേസായി അതങ്ങ് ഒതുക്കാൻ അവർ തീരുമാനിക്കുമ്പോഴേക്കും 2022 2022 ജനുവരി മാസത്തിലെ ഒരു നല്ല മഴയുള്ള ദിവസം റായ്പൂരിലെ മൊഹാലി മേഖലയിൽ ഒരു 45 വയസ്സോളം പ്രായമുള്ള സ്ത്രീയുടെ ബോഡി കിടക്കുന്ന കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ശരിക്കും ആ ബോഡി കിടക്കുന്നിടത്തുനിന്ന് കുറച്ചു മാറി റോഡിൽ ആ സ്ത്രീ ഓടിച്ചിരുന്ന സ്കൂട്ടിയും കിടപ്പുണ്ട്. ആ സ്ത്രീക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ ദേഹത്ത് ആ ടോപ്പുണ്ട്. അടിഭാഗത്ത് ആകെ ഉള്ളത് ആ പാൻറ്റീസ് മാത്രമാണ്. അവരുടെ ആ ടോപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ബാക്കി വസ്ത്രങ്ങളൊക്കെ അവരുടെ ദേഹത്തു നിന്ന് മിസ്സായിരിക്കുകയാണ്. ആ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും നേഹയുടെ കേസ് ക്ലോസ് ചെയ്യാൻ പോവുകയായിരുന്ന പോലീസ് സംഘം ഉടൻ അവിടേക്ക് ഓടിയെത്തി. അവർ അമ്പരപ്പോടെ ആ കാഴ്ച കാണുകയാണ്. ആ സ്ത്രീയുടെ വലത് കണ്ണിന്റെ ആ കോർണറിൽ കല്ലുകൊണ്ട് ആഞ്ഞാഞ്ഞ് ഇടിച്ചിരിക്കുന്നതിന്റെ പാട് കാണാം. നേഹയുടെ ബോഡിയിൽ കണ്ട അതേ പാട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഒരു കാര്യം കൂടി പോലീസ് അറിയുകയാണ്. ആ ലേഡിയുടെ പാൻറ്റീസിൽ ബീജത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ ബീജം നേരത്തെ നേഹയുടെ പാൻറ്റീസിൽ കണ്ട ബീജവുമായി കമ്പയർ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഉടനെ പോലീസ് കടന്നു. അതിന് ഫലമുണ്ടായി. രണ്ടും ഒരേ വ്യക്തിയുടെയാണ്. നേഹയെ കൊലപ്പെടുത്തിയ വ്യക്തി തന്നെയാണ് ഈ സ്ത്രീയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. മൻദീപ് കൗർ എന്ന ആ ലേഡി കൊല്ലപ്പെട്ടിരിക്കുന്നത് നേഹ കൊല്ലപ്പെട്ട അതേ സാഹചര്യത്തിലാണ്. മഴ പെയ്യുന്നുണ്ടായിരുന്നു, രണ്ടുപേരും സ്കൂട്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അതിനു പുറമെ രസകരമായ ഒരു സാമ്യം കൂടിയുണ്ട്. രണ്ടുപേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് ടാക്സി സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ്. ടാക്സി സ്റ്റാൻഡിലെ ആളുകൾ നേഹയെ കണ്ടതുപോലെ ഈ സ്ത്രീയും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീയും റെയിൻകോട്ട് ഇട്ടിരുന്നു. റെയിൻകോട്ട് ഇട്ടിരുന്നു മാത്രമല്ല, ആ സ്കൂട്ടിയുടെ അടുത്ത് നിന്ന് അവരും മൊബൈലിൽ ആരോട് സംസാരിക്കുന്നതാണ് ആ ടാക്സി സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ആളുകൾ കണ്ടത്. പിന്നീട് ആ ടാക്സി സ്റ്റാൻഡിലെ ആളുകൾ സംഭവം പറഞ്ഞ് എത്തുമ്പോൾ ഡെഡ് ബോഡിയാണ് ഉണ്ടായിരുന്നത്. രണ്ട് സംഭവങ്ങൾക്ക് തമ്മിൽ വല്ലാത്തൊരു സാമ്യമുണ്ട്. ഈ സംഭവം പെട്ടെന്ന് അങ്ങ് ചൂടുപിടിക്കുകയാണ്. നേഹ കൊല്ലപ്പെട്ടത് 2010 ഈ സംഭവം ഉണ്ടാകുന്നത് 2022 12 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം ഒരേ കഥ ആവർത്തിക്കപ്പെടുകയാണ്. പോലീസിന്റെ അന്വേഷണം പെട്ടെന്നാണ് ചൂടുപിടിക്കുന്നത്. പണ്ട് ഈ കൊല നടത്തിയിട്ട് സ്ഥലം വിട്ട വ്യക്തി 12 കൊല്ലങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തി അതേ ശൈലിയിൽ ഒരു കൊല ആവർത്തിച്ചിരിക്കുകയാണ്. മഴ പെയ്യുന്ന ഒരു രാത്രിയിൽ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി അവളെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആ കേസിന്റെ അന്വേഷണം പെട്ടെന്നാണ് ചൂടുപിടിച്ചങ്ങ് സജീവമാകുന്നത്. ഇപ്പം പ്രതിയിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ശൈലിയിൽ സകല പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നേഹയുടെ കൊലപാതകത്തിന്റെ ബാക്ക് സ്റ്റോറി ഉൾപ്പെടെയാണ് പത്രങ്ങൾ ഇപ്പോൾ ആ വാർത്തയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ അവതരിപ്പിച്ചെങ്കിലും പോലീസിന് പ്രതി മാത്രം കിട്ടിയില്ല. രണ്ടും ഒരേ ആളാണ് ചെയ്തിരിക്കുന്നത്. ആ കാര്യം ഇപ്പോൾ പോലീസിന് അറിയാം. ആ കാര്യം പോലീസിന് അറിയാം എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ലാത്ത സാഹചര്യമാണ്. രണ്ടുപേരെയും കൊന്നത് ഒരാളാണ്, പക്ഷെ ആരാണ് കൊന്നതെന്ന് പോലീസിന് അറിയില്ല. പ്രതിയാണെങ്കിൽ പോലീസിനോട് ആ കാര്യം ഒന്ന് പറയുന്നുമില്ല. അങ്ങനെ പത്രങ്ങൾ പോലീസിനെ കളിയാക്കുമ്പോൾ പെട്ടെന്ന് ഒരു വർഷം കടന്നു പോവുകയാണ്. 2023 ഇതുപോലെ ഒരു ടാക്സി സ്റ്റാൻഡിൽ ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 100-300 മീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്ത് മരങ്ങൾക്കിടയിൽ ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്യാണ്. ഷനിശ്രേ ദേവി എന്ന ലേഡിയുടെ ബോഡിയാണ് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടത്. ആ സ്ത്രീ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവിടെ ആ റോഡിൽ ഒരു സ്കൂട്ടി നിർത്തി മഴയത്ത് മഴക്കോട്ടണിഞ്ഞ് ഫോണിലൂടെ ആരോടോ അവർ സംസാരിച്ചിരുന്നു. അത് ഈ ടാക്സി സ്റ്റാൻഡിൽ ഇരിക്കുന്ന ആളുകൾ കണ്ടതാണ്. അവരുടെയും ഡെഡ് ബോഡി പരിശോധിക്കുമ്പോൾ അവരുടെ വലത് കണ്ണിന്റെ കോണിൽ കല്ലുകൊണ്ട് ഇടിച്ച് അവരെ കൊലപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങൾ കാണാം. അവർക്കും ടോപ്പ് മാത്രമേ ഉള്ളൂ, പിന്നെ ഉള്ളത് പാൻറ്റീസ് ആണ്. അണ്ടർ ഗാർമെന്റ്സ് ബാക്കിയുള്ളതൊക്കെ അവരെ കൊലപ്പെടുത്തിയ വ്യക്തി ഊരിയെടുത്തിരിക്കുകയാണ്. അവരുടെ പാൻറ്റീസിനകത്തു നിന്നും പോലീസിന് സ്പേമിന്റെ സാന്നിധ്യം കിട്ടി. അതും ആദ്യത്തെ കേസുകളുമായി മാച്ച് ചെയ്യപ്പെട്ടു. 3 കൊലപാതകങ്ങൾ 2010, 22, 23 മൂന്നും ചെയ്തിരിക്കുന്നത് ഒരേ വ്യക്തിയാണ്. 3 കൊലകൾക്ക് തമ്മിൽ വല്ലാത്തൊരു സാമ്യമുണ്ട്. ആദ്യത്തെ കൊലയും രണ്ടാമത്തെ കൊലയും മൂന്നാമത്തെ കൊലയും നടക്കുന്നത് മഴയത്താണ്. 3 പേരും മൊബൈലിൽ സംസാരിച്ചുകൊണ്ടപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്. അവരുടെ ദേഹത്ത് ആ പാൻറ്റീസ് മാത്രം അവശേഷിപ്പിച്ച് ബാക്കി അടിവസ്ത്രങ്ങളൊക്കെ കൊല ചെയ്ത ആള് ഊരി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. കൂട്ടത്തിൽ അവരണിഞ്ഞിരുന്ന മഴക്കോട്ടുകൾ. ഈ ആളെ ഈ കൊലയൊക്കെ ചെയ്യുന്നത് മഴക്കോട്ടിനും ഈ ഡ്രസ്സിനും വേണ്ടിയാണോ? ചോദ്യം സ്വാഭാവികമായിട്ടും വലിയൊരു വാർത്തയായിട്ട് തന്നെ പത്രങ്ങൾ പ്രസന്റ് ചെയ്യുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിൽ ഈ വാർത്ത എല്ലാ ദിവസവും അനവധി വാർത്തകളാക്കി പോലീസിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യത്തെ കുട്ടി ഒരു MP വിദ്യാർത്ഥിനിയാണ്. രണ്ടാമത്തത് ഏകദേശം 45 വയസ്സോളം പ്രായമുള്ള സ്ത്രീയാണ്. മൂന്നാമത്തത് ഏകദേശം 32 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ്. 3 പേരും ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് ആക്രമിക്കപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടതും. വിവരങ്ങളൊക്കെ ക്രോഡീകരിക്കപ്പെട്ട് DYSPയുടെയും SP യുടെയും
SSPയുടെയൊക്കെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് ഈ വിഷയം ഇപ്പോൾ വളരെ സീരിയസ് ആയി എടുത്തിരിക്കുകയാണ്. ഒരേ പാറ്റേണിൽ 3 കൊല, 3ഉം നടന്നിരിക്കുന്നത് റായ്പൂരാണ്. റായ്പൂരിലെ ടാക്സി സ്റ്റാൻഡുമായി ബന്ധിപ്പിച്ചാണ് കൊല നടന്നിരിക്കുന്നത്. അതാണ് ഈ കേസിലെ ഏക തുറുപ്പ് ചീട്ട്. അക്കാര്യം SSP പറഞ്ഞപ്പോൾ കൂടെയുള്ള ആ യൂണിറ്റ് അംഗങ്ങളും തലകുലുക്കി സമ്മതിച്ചു. അവർക്കും അങ്ങനെ തോന്നിയിരുന്നു. ടാക്സി സ്റ്റാൻഡുകളുമായി ബന്ധപ്പെട്ട ആരോ ആണ് കൊലപാതകി. അക്കാര്യം ഏതാണ്ട് കൺഫേം ആയതും SSP അന്വേഷണ സംഘത്തോട് പറഞ്ഞു, നമുക്ക് ഒരു സൂത്രം പ്രയോഗിക്കാം. SSP ആ സൂത്രം ആ ടീമിന് മുന്നിൽ അവതരിപ്പിച്ചു. ആ മീറ്റിംഗ് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളൊരു അനൗൺസ്മെന്റ് കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. ഒരു പരിശോധനയുടെ ഭാഗമായി ആളുകളുടെ ബ്ലഡ് ശേഖരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് നടക്കുന്നത്. എല്ലാ ടാക്സി ഡ്രൈവേഴ്സിന്റെയും ടാക്സിയുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെയും ബ്ലഡാണ് ശേഖരിക്കുന്ന ഒരു വിഭാഗം. അതുപോലെ കടകളുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെയും ബ്ലഡുകൾ ശേഖരിക്കുകയാണ്. ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയാണ് സർക്കാർ ആ ബ്ലഡ് ശേഖരിക്കുന്നത്. എന്തായാലും അധികം ശ്രദ്ധ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ പല സ്ഥലത്തു നിന്നും ആ ബ്ലഡ് ശേഖരണം കൃത്യമായി പോലീസ് അങ്ങ് നടത്തി. ശരിക്കും പോലീസ് വേഷത്തിലല്ല അവർ ഈ ബ്ലഡ് ശേഖരണം നടത്തുന്നത്. ആരോഗ്യ വകുപ്പിന്റെ ആളുകളുടെ സമ്പൂർണമായ അകമഴിഞ്ഞ സഹകരണം പോലീസിന് ഈ വിഷയത്തിൽ കിട്ടിയിരുന്നു. എല്ലാ ടാക്സി സ്റ്റാൻഡുകളിലെയും ഡ്രൈവർമാരുടെയും കിളികളുടെയും അതുപോലെ കടകളിൽ നിൽക്കുന്ന കടക്കാരുടെയും അവരുടെ ജോലിക്കാരുടെയും ഒക്കെ ബ്ലഡ് ശേഖരിച്ച് അതിലെല്ലാം ലേബൽ ചെയ്ത് ആ ബ്ലഡുകളുടെ DNA കണ്ടെത്തിയ ലാബുകാർ ആ DNA അവരുടെ കൈവശമുള്ള ആ 3 ലേഡീസിന്റെയും പാൻറ്റീസിലുണ്ടായിരുന്ന ബീജത്തിന്റെ DNA യോജിക്കുമെന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം യോജിച്ചു. അവർ ഏകദേശം 2000-ഓളം സാമ്പിളാ ശേഖരിച്ചത്. ആ സാമ്പിൾ ഒരെണ്ണമാണ് അവരുടെ കൈവശമുള്ള ആ ബീജങ്ങളുടെ DNA യോജിക്കുന്നത്. തികച്ചും അമ്പരപ്പിക്കുന്ന ആ കണ്ടെത്തൽ പോലീസിനുണ്ടാക്കിയ ഊർജം വളരെ വളരെ വലുതാണ്. ശരിക്കും മാച്ച് ചെയ്യപ്പെട്ട ആ DNA ഉടമയുടെ പേര് ഇപ്പോൾ പോലീസിന്റെ കൈവശമുണ്ട്. പേര് മാത്രമല്ല, അയാളുടെ അഡ്രസ്സ്. ഡേറ്റ സർക്കാർ സംവിധാനത്തിൽ ശേഖരിക്കുമ്പോൾ മുഴുവൻ അഡ്രസ്സും വാങ്ങുമല്ലോ, പ്രത്യേകിച്ച് ആധാർ കാർഡ് ഉള്ള സ്ഥലത്ത്. ആ സാമ്പിൾ വിരൽ ചൂണ്ടുന്നത് ഒരു മോനു കുമാറിലേക്കാണ്. മോനു കുമാറിന്റെ ആധാർ കാർഡും വിവരങ്ങൾ ഉള്ളത് കൊണ്ട് അയാളുമായി ബന്ധപ്പെട്ട ഡേറ്റയിലേക്ക് പോലീസ് കടന്നപ്പോൾ പോലീസിന് ഒരു വിവരം കിട്ടി. 2009 ഈ മോനു കുമാറുമായി ബന്ധപ്പെട്ട് ഹിമാചൽ പ്രദേശിൽ ഒരു കേസുണ്ട്. ആ കേസിൽ അവൻ അറസ്റ്റിലാവുകയും ചെയ്തു. പക്ഷെ തെളിവില്ല എന്ന കാരണത്താൽ അവനെ കോടതി വെറുതെ വിടുകയായിരുന്നു. അവനെ വെറുതെ വിട്ടിരിക്കുന്നത് ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ടാണ്. മോനുകുമാറിന്റെ ആധാർ നമ്പറുമായി കണക്ട് ചെയ്തുകൊണ്ട് അവനും ബന്ധമുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അവന് ബന്ധമുള്ള മൊബൈൽ നമ്പറിലേക്കും പോലീസിനെത്താൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവന്റെ മൊബൈൽ നമ്പർ ലോക്ക് ചെയ്ത പോലീസ് അവൻ എവിടെയാണ് ഇപ്പോഴൊന്ന് തിരക്കുമ്പോൾ അവൻ പഞ്ചാബിൽ അമൃത്സറിലാണെന്ന് മനസ്സിലായി. ഛത്തീസ്ഗഡിൽ നിന്ന് പോലീസ് സംഘം നേരെ അമൃത്സറിലേക്ക് തിരിച്ചു. 2024 മെയ് 6 അമൃത്സറിലെ വീട്ടിലേക്ക് ഒരു ട്രിപ്പ് കഴിഞ്ഞ് എത്തിയ മോനുവിനെ കാത്തിരുന്നത് പോലീസ് സംഘമാണ്. ഹലോ മോനുകുമാർ, പ്ലീസ് കം എന്ന് പറഞ്ഞുകൊണ്ട് മോനുകുമാറിന്റെ വീടിന്റെ വാതിൽ തുറന്നത് ശരിക്കും പോലീസുകാരാണ്. നേരത്തെ ആ വീട്ടിലെത്തിയ പോലീസ് മോനുകുമാർ ആ വീട്ടിലേക്ക് വരികയാണെന്ന് അറിഞ്ഞതും അവിടെയുള്ള ആളുകളേക്ക് അവിടെ നിശബ്ദരാക്കി ഇരുത്തിയതിനു ശേഷം കാത്തിരിക്കുമ്പോഴാണ് മോനുകുമാർ വന്ന് ബെല്ലടിക്കുന്നത്. അകത്ത് പോലീസ് യൂണിഫോമിൽ ആളുകളെ കണ്ടതും മോനുകുമാർ ചലിക്കാനാവാതെ അങ്ങനെ നിന്നു പോവുകയാണ്. ആ നിമിഷം പോലീസ് അവനെ ഷർട്ടിൽ തൂക്കി ഇനി അകത്തേക്ക് എടുത്തു. മോനുകുമാറിനെ പോലീസ് ഷർട്ടിൽ തൂക്കി അകത്തേക്ക് വലിച്ചെടുത്തപ്പോൾ അകത്തുണ്ടായിരുന്ന അവന്റെ വീട്ടുകാർ ആകെ ഞെട്ടിപ്പോവുകയാണ്. പോലീസ് അവരോട് പറഞ്ഞു, ഇവൻ ആരാ എന്താ എന്ന് നിങ്ങൾക്ക് അറിയുമോ? ആ ചോദ്യത്തിന് സ്വാഭാവികമായിട്ടും അവർക്ക് ഉത്തരമുണ്ട്. അവരുടെ ആ ഉത്തരം കേട്ടതിന് ശേഷം പോലീസ് പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ അറിവിൽ ഇപ്പോ 3 കൊലകൾ നടത്തിക്കഴിഞ്ഞു. 3 കൊലപാതകങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നതെന്ന് പോലീസ് പറഞ്ഞപ്പോ വീട്ടുകാരുടെ മുഖം ശരിക്കും വിളറി വെളുക്കുകയാണ്. എന്തായാലും മോനുകുമാറുമായി പോലീസ് അവിടെ നിന്ന് ആവശ്യമായ ഡോക്യുമെന്റ് ഒക്കെ കണക്റ്റഡ് ജില്ലകളിൽ കൊടുത്തതിന് ശേഷം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ മടങ്ങിയെത്തി. റായ്പൂരിൽ അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവന്റെ അവസ്ഥ പോലീസിനോട് പറയുകയാണ്. 2009 വളരെ വളരെ യാദൃശ്യവശാലാണ് അവൻ അവിടെ ഹിമാചൽ പ്രദേശിൽ ഒരു പെൺകുട്ടിയുമായി കൂട്ടിമുട്ടുന്നതും അവളെ റേപ്പ് ചെയ്യുന്നതും. അവളെ റേപ്പ് ചെയ്തതിന്റെ പേരിൽ അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ തെളിവില്ല എന്ന കാരണത്താൽ കോടതി അവനെ വെറുതെ വിട്ടു. കോടതി വെറുതെ വിട്ടിട്ടും അവനെ പെൺപിള്ളരെ പെണ്ണുങ്ങളേക്ക് ഒറ്റയ്ക്ക് കാണുമ്പോൾ ഒരു അസ്വസ്ഥ ഫീൽ ചെയ്യും. അങ്ങനെ ആ ഫീൽ ഉള്ളപ്പോഴും അവൻ അവന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടാക്സി ഡ്രൈവറാണ് അവൻ. പക്ഷെ വെറും ടാക്സി ഡ്രൈവർ അല്ല, ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത് വണ്ടി ഓടുന്ന കക്ഷിയാണ്. ഉത്തർപ്രദേശും പഞ്ചാബും ഛത്തീസ്ഗഡും എന്ന് വേണ്ട നോർത്ത് ഇന്ത്യ മുഴുവൻ അവന്റെ വാഹനമായി കറങ്ങാറുണ്ട്. അങ്ങനെ കറങ്ങുമ്പോൾ പലപ്പോഴും ഒറ്റയ്ക്ക് ഏതെങ്കിലും സ്ത്രീകൾ എവിടെയെങ്കിലും നിൽക്കുന്ന കാണുമ്പോൾ അവന്റെ ഉള്ളിൽ അവരുടെ അടുത്തേക്ക് ചെല്ലാനും
അവരെ കയറി പിടിക്കാനും ഒരു ത്വരയുണ്ടാവും, ഒരു താല്പര്യം. ആ താല്പര്യം അവൻ പോലും അറിയാതെ അവന്റെ ബോഡിയിൽ അങ്ങനെ ഉണ്ടായി വരുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ 2010 ആ മഴയത്ത് റായ്പൂരിലെ സെക്ടർ 38 ടാക്സി സ്റ്റാൻഡിന്റെ സമീപത്ത് വാഹനം ഒതുക്കിയിട്ട് അവൻ ആ ടാക്സി സ്റ്റാൻഡിലേക്ക് കയറി നിൽക്കുമ്പോൾ കുറച്ച് മാറി ഒരു പെൺകുട്ടി മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അവള് ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്. ആ കോട്ട് അവള് തലയിലേക്ക് ഉയർത്തി വെച്ചിരിക്കുകയാണ്. ആ കോട്ടിനിടയിൽ കൂടി മൊബൈൽ ഫോൺ വെച്ചാണ് അവൾ സംസാരിക്കുന്നത്. അവളെ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്ന മോനുകുമാറിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് ആ ടാക്സി സ്റ്റാൻഡിലെയും കടയിലെയും ആളുകളുടെ മുഴുവൻ കണ്ണുവെട്ടിച്ച് അവൻ പതുക്കെ അവളുടെ പുറകിലെത്തി അവളുടെ വാ പൊത്തിപ്പിടിച്ച് അവളുമായി പുറകോട്ട് മാറുന്നത്. ഈ സമയത്താണ് അവളുടെ കാല് തട്ടി ആ വണ്ടി താഴേക്ക് വീണത്. ആ വണ്ടി വീണ ശബ്ദം പോലും ഇടിമിന്നലിന്റെയും ഇടയിൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവളെ അല്പനേരം വലിച്ചഴിച്ചിട്ട് അവളെ എടുത്ത് ഷോൾഡറിൽ കിടത്തിയാണ് അവൻ മുകളിലേക്ക് കൊണ്ടുപോയത്. അവളെ റേപ്പ് ചെയ്തതിനു ശേഷം അവളുടെ വസ്ത്രങ്ങളും കോട്ടും ഊരിയെടുത്ത് അവളുടെ മൊബൈൽ ഫോണുമായി അവൻ മറ്റു വഴി കൂടെ പുറത്തിറങ്ങി അവന്റെ ടാക്സിയിലേക്ക് കയറി ആ ടാക്സി ഓടിച്ച് ആ മൊബൈൽ റിപ്പയർ ഷോപ്പിന്റെ അടുത്ത് നിർത്തിയതിനു ശേഷം അവൻ ആ മൊബൈൽ വിറ്റിട്ട് അവിടെ നിന്ന് മുങ്ങിയായിരുന്നു. പിന്നെ അവൻ ഈ നാട്ടിലേക്കേ വന്നിട്ടില്ല. കാലം കുറെ കഴിഞ്ഞപ്പോഴാണ് അവൻ പിന്നെ മടങ്ങി വരുന്നത്. അപ്പോഴേക്കും 2022 അന്നും ഇതേപോലൊരു സാഹചര്യത്തിൽ ഒരു സ്ത്രീയെ കിട്ടിയപ്പോൾ അവളെ അങ്ങ് അവസാനിപ്പിച്ചതാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത സ്ത്രീയെ കിട്ടിയത്. റായ്പൂര് അവന് പറ്റിയ ഒരു വെള്ളനിലമായി അവന് തോന്നിയിരുന്നു. ഒറ്റയ്ക്ക് സ്ത്രീകളെ കാണുമ്പോൾ കയറി പിടിക്കാനും റേപ്പ് ചെയ്യാനും അവന് ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ പിടിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയതും ആ ഭയം അവന് മറികടക്കുകയായിരുന്നു. ഇപ്പൊ പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ വർഷത്തിലൊരിക്കൽ എന്നുള്ളത് അവൻ ചിലപ്പോ മാസത്തിലൊരിക്കലോ ആഴ്ചയൊരിക്കലോ ഒക്കെ ഈ സംഭവത്തെ മാറ്റിനെ. അങ്ങനെ അവന്റെ ബോഡി അവനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ പോലീസ് അവനെ പിടികൂടിയിരിക്കുന്നത്. ഛത്തീസ്ഗഡിനെ ആകെ പിടിച്ചു കുലുക്കിയ സീരിയൽ കൊലപാതകമാണ് നിങ്ങളോട് പറഞ്ഞത്. നോക്കുക, ആളുകളെ കുറ്റക്കാരാക്കുന്നത് എന്തെല്ലാം കാരണങ്ങളാണെന്ന്. ഒരു ത്വര, ഒരു ആഗ്രഹം, അതാണ് ഈ 4 പേരെ റേപ്പ് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത്. അവൻ പറഞ്ഞ കഥയിൽ ഈ 4 കഥാപാത്രങ്ങളെ പോലീസിന്റെ ശ്രദ്ധ വന്നിട്ടുള്ളൂ. വേറെ എത്രയോ പേരെ അവൻ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇനി കണ്ടെത്തേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു ത്വരയുണ്ടെങ്കിൽ 2010-നും 2022-നും ഇടയിൽ അവൻ വെറുതെ ഇരുന്നിരിക്കാനുള്ള സാധ്യത തുലവും കുറവാണ്. വളരെ വളരെ വിരളമാണെന്ന് തന്നെ പറയാം. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.